ഇന്നത്തെ ബിൽഡിങ്ങൊക്കെ പണിത് കഴിഞ്ഞാൽ വലിയ കാലമില്ലാതെ അതിന് ക്രാക്ക് വീഴുന്നു, അല്ലെങ്കിൽ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പലപ്പോഴും പലരും നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ ആശങ്കകൾ പറയാറുണ്ട്. പണ്ടത്തെ കൺസ്ട്രക്ഷനൊക്കെ ആയിരുന്നു വളരെ നല്ലത്, ഒരു വീടൊക്കെ ഒന്ന് പൊളിക്കണമെന്നൊക്കെ ഉണ്ട്, ഭയങ്കര പാടാണ്. കാരണം RCC ചെയ്തേക്കുന്നതും PCC ചെയ്തൊക്കെ പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. അവരതിനൊരു കാരണമായി പറയുന്നൊരു കാര്യം, അന്നൊക്കെ പുഴമണലാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ഇന്നത്തെ പോലെ M-സാൻഡും P-സാൻഡും ഒന്നും അങ്ങനെ വലിയ കൂടുതൽ യൂസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിന് അത്രയ്ക്ക് ഉറപ്പ് ലഭിച്ചിരുന്നത് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇന്നത്തെ ബിൽഡിങ്ങൊക്കെ പണിത് കഴിഞ്ഞാൽ വലിയ കാലമില്ലാതെ അതിന് ക്രാക്ക് വീഴുന്നു, അല്ലെങ്കിൽ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പലപ്പോഴും ഒരു പരിധി വരെയൊക്കെ അത് ഒരു ശരിയാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ M-സാൻഡ് P-സാൻഡ് അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് മാനുഫാക്ചറിങ് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അതിൻ്റെ പ്രൊഡക്ഷനിൽ കുറേ പരാജയങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതപരമായ കാര്യമാണ്. നല്ല രീതിയിലുള്ള വാഷിംഗ് നടക്കാതെ വരുന്നു എന്നുള്ളത് പലപ്പോഴും പല M-സാൻഡുകളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനൊരു റെമഡി ആയിട്ട് നമ്മൾ പലപ്പോഴും ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ പുഴമണൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണ് എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പുഴമണൽ എന്ന് പറയുന്നത് നമുക്ക് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം നമുക്ക് പുഴമണൽ നല്ല രീതിയിൽ ലഭിക്കാതെ വരുന്നു. ഈ പുഴമണൽ എങ്ങനെയാണ് വളരെ നല്ല ഒരു വസ്തുവായി മാറുന്നത്? പണ്ട് എന്തുകൊണ്ട് നല്ല പുഴമണലുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു?